ക്രിക്കറ്റ് ലോകത്ത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ എന്നത് ഒരു സാധാരണ കായിക പോരാട്ടം മാത്രമല്ല, അത് വികാരങ്ങളുടെയും അഭിമാനത്തിന്റെയും രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെയും പ്രതിഫലനമാണ്. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ ഈ മത്സരങ്ങളെ കാണുന്നത് ഒരു ജീവിത മരണ പോരാട്ടമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ജയവും തോൽവിയും ഇരു ടീമുകളുടെയും ആരാധകർക്ക് അത്ര എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. സമീപകാലത്ത് ഏഷ്യ കപ്പിൽ ഇന്ത്യയോട് തുടർച്ചയായ തോൽവികൾ ഏറ്റുവാങ്ങിയ പാകിസ്ഥാൻ ടീമിന്റെ അവസ്ഥയും അവരുടെ മുൻ ഇതിഹാസ താരം വസീം അക്രമിന്റെ ഹൃദയത്തിൽ തൊട്ടുള്ള പ്രതികരണങ്ങളും ഈ യാഥാർത്ഥ്യത്തെയാണ് അടിവരയിടുന്നത്. ഏഷ്യ കപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയോട് തോറ്റതിന് പിന്നാലെ സൂപ്പർ ഫോറിലും പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ദുബായിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 171 റൺസ് എന്ന ഭേദപ്പെട്ട സ്കോർ നേടിയെങ്കിലും അത് പ്രതിരോധിക്കുന്നതിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു. വെറും 4 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ അനായാസം വിജയം സ്വന്തമാക്കി. ഈ തോൽവി പാകിസ്ഥാൻ ടീമിന്റെ ആത്മവിശ്വാസം തകർക്കുന്നതായിരുന്നു. ബൗളിംഗിലും ഫീൽഡിംഗിലും ടീം കാണിച്ച പിഴവുകൾ വലിയ വിമർശനങ്ങൾക്കും കാരണമായി. മത്സരശേഷം സോണി ലൈവിന്റെ പോസ്റ്റ് മാച്ച് ഷോയിൽ സംസാരിച്ച വസീം അക്രം തന്റെ വികാരങ്ങൾ മറച്ചുവെച്ചില്ല. പാകിസ്ഥാൻ ക്രിക്കറ്റിലെ എക്കാലത്തെ മികച്ച താരങ്ങളിൽ ഒരാളായ അക്രം ഇപ്പോഴത്തെ പാക് ടീമിനെ പ്രകടനത്തിൽ വലിയ നിരാശ പ്രകടിപ്പിച്ചു. ഞാൻ എന്റെ ഹൃദയം തുറന്ന് തന്നെയാണ് ഇത് പറയുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ കാണുന്നത് വളരെ കടുപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു മുൻ ക്രിക്കറ്റർ എന്ന നിലയിൽ ജയവും തോൽവിയും കളിയുടെ ഭാഗമാണെന്ന് തനിക്ക് അറിയാമെന്നും, എന്നാൽ കഴിഞ്ഞ 4-5 വർഷങ്ങളായി ഇന്ത്യ എല്ലാ മേഖലകളിലും പാകിസ്ഥാനെ കീഴടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ടീമിന്റെ നിലവിലെ നിലവാരത്തെ വസീം അക്രം അങ്ങേയറ്റം പ്രശംസിച്ചു. ഇന്ത്യൻ ടീമിന്റെ ആഴം, പ്രതിഭ, സ്ഥിരത എന്നിവയെല്ലാം പാകിസ്ഥാനേക്കാൾ വളരെ മുന്നിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു മത്സരത്തിൽ 1-2 ക്യാച്ചുകൾ പാഴാക്കുന്നത് വലിയ പ്രശ്നമല്ലെന്നും, എന്നാൽ ആദ്യ 10 ഓവറിൽ 91 റൺസ് നേടിയിട്ടും 200 റൺസ് എന്ന ടോട്ടലിലേക്ക് എത്താൻ പാകിസ്ഥാന് സാധിക്കാതെ പോയത് നിരാശാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ടീം ഒരു കാലത്ത് ബാറ്റിംഗിൽ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്, എന്നാൽ ഇപ്പോൾ അവരുടെ ബൗളിംഗ് നിര ലോകോത്തര നിലവാരമുള്ളതാണ്. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, ഹർദിക് പാണ്ഡ്യ തുടങ്ങിയ ഫാസ്റ്റ് ബൗളർമാരും കുൽദീപ് യാദവ്, ചെഹൽ തുടങ്ങിയ സ്പിന്നർമാരും എതിർ ടീമിനെ സമ്മർദ്ദത്തിലാക്കുന്നു. ഫീൽഡിംഗിലും ഇന്ത്യ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ബാറ്റിംഗ് നിരയാകട്ടെ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ് തുടങ്ങിയ ലോകോത്തര താരങ്ങൾ ഉള്ളതുകൊണ്ട് കൂടുതൽ ശക്തമാണ്. ഈ സമഗ്രമായ പ്രകടനമാണ് ഇന്ത്യൻ ടീമിനെ കൂടുതൽ കരുത്തരാക്കുന്നത്. മത്സരത്തിലെ ഒരു നിർണായക നിമിഷത്തിൽ പാക് ഓൾറൗണ്ടർ മുഹമ്മദ് നവാസിന്റെ റൺഔട്ട് വസീം അക്രമിനെ പോലും ഞെട്ടിച്ചു. ജസ്പ്രീത് ബുംറയുടെ ഓവറിൽ റണ്ണ് പൂർത്തിയാക്കിയ നവാസ് ഗ്രീസിൽ ബാറ്റ് കുത്താതെ അശ്രദ്ധമായി നിന്നപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നേരിട്ടുള്ള ത്രോയിലൂടെ റൺഔട്ട് ആക്കുകയായിരുന്നു. ഈ നിമിഷം കണ്ടപ്പോൾ തനിക്ക് വാക്കുകളില്ലായിരുന്നുവെന്നും, ഡ്രസ്സിംഗ് റൂമിൽ ടീം അംഗങ്ങളുടെയും കോച്ചിന്റെയും മുഖത്ത് നിരാശയും രോഷവും താൻ കണ്ടുവെന്നും അക്രം പറഞ്ഞു. ഇത്തരത്തിലുള്ള നിസ്സാരമായ പിഴവുകൾ പോലും ഒരു വലിയ മത്സരത്തിൽ വലിയ തോൽവിയിലേക്ക് നയിക്കുമെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു. ഒരു കാലത്ത് ഇരു ടീമുകളും തുല്യ ശക്തികളായിരുന്നു. പാകിസ്ഥാൻ എന്ന ടീമിൽ ഇതിഹാസ ബൗളർമാർ പാകിസ്ഥാന് വേണ്ടി പേസ് ആക്രമണം നയിച്ചപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, രാഹുൽ ദ്രാവിഡ് തുടങ്ങിയ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയ്ക്ക് കരുത്ത് നൽകി. ഓരോ മത്സരവും ആവേശകരവും പ്രവചനാതീതവുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് കൂടുതൽ പ്രൊഫഷണൽ സമീപം സ്വീകരിക്കുകയും യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ശ്രദ്ധിക്കുകയും ചെയ്തു. IPL പോലുള്ള ടൂർണമെന്റുകൾ യുവതാരങ്ങൾക്ക് അന്താരാഷ്ട്ര മത്സരങ്ങളിലെ സമ്മർദ്ദത്തെ നേരിടാനുള്ള പരിശീലനവും നൽകി. അതേസമയം പാകിസ്ഥാൻ ടീം സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. അവരുടെ പ്രതിഭകൾക്ക് സ്ഥിരമായി മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നില്ല. ഇത് ടീമിന്റെ പ്രകടനത്തെ കാര്യമായി ബാധിക്കുന്നു. വസീം അക്രമിനെ പോലെയുള്ള ഒരു ഇതിഹാസ താരം പോലും ഈ യാഥാർത്ഥ്യം തുറന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ആഴത്തിലുള്ള ആത്മപരിശോധന അനിവാര്യമാണ്. ഏഷ്യ കപ്പിലെ തോൽവി പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു കളിയിലെ തോൽവി മാത്രമല്ല, അത് ക്രിക്കറ്റ് ലോകത്ത് തങ്ങൾക്ക് നഷ്ടപ്പെട്ട മേധാവിത്വത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ്. ഇന്ത്യൻ ടീമിന്റെ അതിശക്തമായ പ്രകടനവും കളിയിലെ എല്ലാ മേഖലകളിലുമുള്ള അവരുടെ മികവും പാകിസ്ഥാൻ ടീമിന്റെ നിലവിലെ അവസ്ഥയും തമ്മിലുള്ള വലിയ അന്തരം അദ്ദേഹം എടുത്തു പറഞ്ഞു. പാക് ടീം തങ്ങളുടെ വീഴ്ചകളെ തിരുത്താനും ഇന്ത്യൻ ടീമിന്റെ നിലവാരത്തിൽ എത്താനും ശ്രമിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇതുപോലുള്ള തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. ഈ മത്സരം യഥാർത്ഥത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ക്രിക്കറ്റിൽ നിലവാരവും സ്ഥിരതയും മാത്രമാണ് വിജയം നിർണ്ണയിക്കുന്നത്, അല്ലാതെ പഴയകാല പ്രതാപങ്ങളല്ല.